Okay, today we can discuss about primary standard and secondary standards. Okay, normally നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ് അസേസ്. അസേ ആണ് നമ്മുടെ മേജർ എക്സ്പെരിമെൻറ്റ് രണ്ട് പാർട്സാണുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൈട്രൻ ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് അസേ അസേ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഓക്കെ, സോ നമ്മൾ ഒരു അസേ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു നോ വാട്ട് ഈസ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആൻഡ് secondary standard. Okay, primary standard is a solution of known strength made from the substance of high purity which satisfies some conditions, like it should be highly stable, should be obtained in pure state, should have high molecular weight, it should be of high purity. Okay, ആൻഡ് നമ്മൾ അസേ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അസേക്ക് യൂസ് ചെയ്യുന്ന ടൈട്രൻറ്റിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. ഏത് ടൈട്രൻ്റ് ആണോ നമ്മൾ അസേയിൽ യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഓൾറെഡി ഒരു നോൺ കോൺസെൻട്രേഷൻ ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ആക്ച്വൽ കോൺസെൻട്രേഷൻ അത് തന്നെയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അഷ്യൂർ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 0.1 നോർമൽ NaOH ആണ് നമുക്ക് ടൈട്രൻ്റായിട്ട് തന്നിട്ടുള്ളതെങ്കിൽ അത് 0.1 നോർമൽ തന്നെയാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ അത് നമ്മളറിയണം. അതിൻ്റെ ആക്ച്വൽ നോർമാലിറ്റി എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൈട്രൻറ്റ്. ഓക്കെ, ഒരു ടൈട്രൻറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈട്രേഷൻ വഴിയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടൈട്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു ടൈട്രൻറ്റ് വേണം, കൂടാതെ ഒരു ടൈട്രേറ്റും കൂടെ വേണം. സോ ടൈട്രൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾക്ക് ഏത് കോമ്പൗണ്ടാണോ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ടൈട്രൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ NaOH ആണ് അവിടെ ടൈട്രൻ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ടൈട്രേറ്റ് ആയിട്ടൊരു സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യണം. അത് നമ്മൾ ഒരു ടൈട്രൻറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസ് അതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അവിടെ ടൈട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസ് അതാണ് നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡ്. പ്രൈമറി സ്റ്റാൻഡേർഡിന് എപ്പോഴും അതൊരു നോൺ സ്ട്രെങ്ത് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഓൾറെഡി അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാമായിരിക്കും. പിന്നെ കൂടാതെ അത് ഹൈലി പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഹൈ മോളിക്കുലർ വെയിറ്റുള്ള കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സോഡിയം കാർബണേറ്റ്, അതുപോലെ തന്നെ OXALIC ആസിഡ് പോലെയുള്ള കോമ്പൗണ്ട്സ് ആണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നോൺ സ്ട്രെങ്ത് ഉള്ള കോമ്പൗണ്ട്സ് അതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. ഹൈലി പ്യുവർ ആയിരിക്കും പ്രൈമറി സ്റ്റാൻഡേർഡ് എപ്പോഴും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡാണ് ഓക്സാലിക് ആസിഡ്. ആൻഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ് സോഡിയം കാർബണേറ്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനും നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം കാർബണേറ്റ് തന്നെയാണ്. ആൻഡ് ഒക്സാലിക് ആസിഡ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേറൊരു സബ്സ്റ്റൻസ് ആണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഒക്സാലിക് ആസിഡ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. ഇത്രയാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സിന് എക്സാമ്പിൾ. ഇനി നമുക്ക് നോക്കാം സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്താണെന്ന്. സെക്കൻഡറി സ്റ്റാൻഡേർഡ് ഇസ് എ സൊല്യൂഷൻ ഓഫ് നോൺ സ്ട്രെങ്ത് വിച്ച് പ്രീവിയസ്ലി സ്റ്റാൻഡർഡൈസ്ഡ് ബൈ എ പ്രൈമറി സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു NaOHൻ്റെ ടൈട്രേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ് ആണെന്ത് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് അവിടെ NaOHൻ്റെ ടൈട്രേഷന് യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഓക്സാലിക് ആസിഡ് വെച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത NaOH ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, വേറൊരു കോമ്പൗണ്ടിൻ്റെ അസ്സേക്ക് യൂസ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ അസ്സേക്ക് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. സോ ഓക്സാലിക് ആസിഡ് NaOHൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡാണ്. NaOH എന്താ അവിടെ നമ്മൾ ഓക്സാലിക് ആസിഡ് വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത NaOH അവിടെ നമുക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാം. ഏത് കോമ്പൗണ്ടിൻ്റെ അസ്സേക്കാണോ നമ്മൾ ഈ സ്റ്റാൻഡർഡൈസ്ഡ് NaOH യൂസ് ചെയ്യുന്നത് ആ കോമ്പൗണ്ടിൻ്റെ സെക്കൻഡറി സ്റ്റാൻഡേർഡായിട്ട് നമ്മളവിടെ NaOH ആക്ട് ചെയ്യുന്നു എന്ന് പറയാം. സോ 0.1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, 1 നോർമൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ 0.1 നോർമൽ സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ സെക്കൻഡറി സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ അമോണിയം ക്ലോറൈഡിൻ്റെ അസ്സേ ചെയ്യുകയാണെന്ന് വയ്ക്കുക. അമോണിയം ക്ലോറൈഡിൻ്റെ അസ്സേ ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ NaOH യൂസ് ചെയ്യുന്നുണ്ട് ടൈട്രൻ്റായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അമോണിയം ക്ലോറൈഡിൻ്റെ അസ്സേയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് NaOH ആണ്. അപ്പോൾ NaOH സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ഓക്സാലിക് ആസിഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, NaOHനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അവിടെ പ്രൈമറി സ്റ്റാൻഡേർഡ് ഓക്സാലിക് ആസിഡാണ്. ഈ ഓക്സാലിക് ആസിഡ് വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത NaOH നമ്മൾ പിന്നീട് ടൈട്രൻ്റായിട്ട് അമോണിയം ക്ലോറൈഡിൻ്റെ അസ്സേക്ക് യൂസ് ചെയ്യുന്നു. സോ അവിടെ എന്താ, NaOH അവിടുത്തെ സെക്കൻഡറി സ്റ്റാൻഡേർഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഇതാണെന്ത്, പ്രൈമറി സ്റ്റാൻഡേർഡും സെക്കൻഡറി സ്റ്റാൻഡേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെം ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ 2 മാർക്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്, പ്രൈമറി സ്റ്റാൻഡേർഡും സെക്കൻഡറി സ്റ്റാൻഡേർഡും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, നമ്മളിപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡും സെക്കൻഡറി സ്റ്റാൻഡേർഡും ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു അസ്സേയാണ് നമ്മുടെ പ്രാക്ടിക്കലിൽ ചെയ്യുന്ന മേജർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു. സോ അസ്സേക്ക് യൂസ് ചെയ്യുന്ന ചില ടൈട്രൻസ് NaOH, HCl പോലെ ടൈട്രൻസ് ഉണ്ടല്ലോ, അമോണിയം ക്ലോറൈഡ്, അങ്ങനത്തെ ചില കോമ്പൗണ്ട്സിൻ്റെ അസ്സേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ്, അങ്ങനെ കുറേ കോമ്പൗണ്ട്സിൻ്റെ അസ്സേ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ അസ്സേക്ക് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസിൻ്റെ പ്രിപ്പറേഷനും സ്റ്റാൻഡർഡൈസേഷനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോമ്പൗണ്ടാണെന്ത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലിയാണ്. ആസിഡ് ബേസ് ടൈട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണെന്ത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. നമ്മൾ അസിഡിക് ആയിട്ടുള്ള ഏതെങ്കിലും കോമ്പൗണ്ടിനെ ടൈട്രേറ്റ് ചെയ്യണമെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിഫറെൻറ്റ് സ്ട്രെങ്ത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. 0.1 നോർമൽ പ്രിപ്പയർ ചെയ്യാം, 0.05 നോർമൽ പ്രിപ്പയർ ചെയ്യാം, 0.5 നോർമൽ പ്രിപ്പയർ ചെയ്യാം, 1 നോർമൽ പ്രിപ്പയർ ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 0.1 നോർമൽ NaOH എങ്ങനെ ഡിസ്കസ് ചെയ്യാം എന്നാണ്. അപ്പോൾ 4 gram ഓഫ് NaOH 1000 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 0.1 നോർമൽ NaOH കിട്ടും. 1 നോർമൽ NaOH പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 40 grams NaOH 1000 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 നോർമൽ NaOH കിട്ടും. സോ നമുക്കറിയാം മോളിക്കുലാർ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എത്ര എമൗണ്ട് ഡിസോൾവ് ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോളിക്കുലാർ വെയിറ്റിൻ്റെ ബേസിസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് 0.1 നോർമൽ NaOHും 1 നോർമൽ NaOHും പ്രിപ്പയർ ചെയ്യുന്നത്. 0.1 നോർമൽ ആണെങ്കിൽ നമുക്ക് 4 grams, അല്ലെങ്കിൽ 1 നോർമൽ ആണെങ്കിൽ 40 grams വാട്ടറിൽ 1000 ml വാട്ടറിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ NaOHനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. NaOHൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡാണ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് 2 COOH മോളിറ്റീസ് ഉള്ള ഒരു മോളിക്യൂളാണ്. സോ NaOHനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഓക്സാലിക് ആസിഡ് ആണല്ലോ. ഈ ഓക്സാലിക് ആസിഡിൽ 2 COOH ഗ്രൂപ്പുണ്ട്. ഇത് NaOHുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഓക്സാലിക് ആസിഡ് സോഡിയം ഓക്സലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതായത് ഈ COOHലെ H സോഡിയം, COOHലെ Hനെ സോഡിയം ഹൈഡ്രോക്സൈഡിൽ സോഡിയം റീപ്ലേസ് ചെയ്തിട്ട് COOH എന്നുള്ളത് COONA, അതായത് സോഡിയം ഓക്സലേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഓക്സാലിക് ആസിഡ് അവിടെ സോഡിയം ഓക്സലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പിന്നെ കൂടെ 2 മോളിക്യൂൾ വാട്ടറും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് NaOHൻ്റെ പ്രിൻസിപ്പിൾ. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ NaOH സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് 0.63 grams ഓഫ് ഓക്സാലിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്സാലിക് ആസിഡ് അവിടെ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 0.63 grams ഓഫ് ഓക്സാലിക് ആസിഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആൻഡ് മേക്കപ്പ് ടു 100 ml വിത്ത് വാട്ടർ. നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. സോ 0.60 grams ഓഫ് ഓക്സാലിക് ആസിഡ് നമ്മൾ 100 ml കപ്പാസിറ്റിയുള്ള സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് മാറ്റുന്നു, അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ 100 ml വാട്ടർ വെച്ചിട്ട് അതിനെ മേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സൊല്യൂഷനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇതിൽ നിന്ന് 20 ml സൊല്യൂഷൻ നമ്മൾ പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു. ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ ഇതിൽ നിന്ന് 20 ml സൊല്യൂഷൻ പിപ്പറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അതിലോട്ട് ഫീനോഫ്തലിൻ ആഡ് ചെയ്യുന്നു. ഇൻഡിക്കേറ്ററായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫീനോഫ്തലിനാണ്. എൻഡ് പോയിൻറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എൻഡ് പോയിൻറ്റിൽ ഒരു കളർ ചേഞ്ച് തരും. സോ ഫീനോഫ്തലിൻ എൻഡ് പോയിൻറ്റിൽ ഒരു പിങ്ക് കളർ തരും.
പിങ്ക് കളറാണ് തരുന്നത്. അതായത് NaOHൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുമ്പോൾ ഓക്സാലിക് ആസിഡും NaOHും കൂടി റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഓക്സാലേറ്റ് അവിടെ ഉണ്ടാകുന്നു. നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലുള്ള സൊല്യൂഷൻ ഓക്സാലിക് ആസിഡ് സൊല്യൂഷനാണ്. നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന ടൈറ്ററിൻ്റെ NaOH ആണ്. സോ ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്തുള്ള ഓക്സാലിക് ആസിഡും നമ്മൾ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ NaOHും റിയാക്ട് ചെയ്യുന്നു. സോ ഇത് രണ്ടും റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഓക്സലേറ്റ് ഫോം ചെയ്യുന്നു. വൺസ് അവിടെ റിയാക്ട് ചെയ്യാനുള്ള ഓക്സാലിക് ആസിഡ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ NaOHൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. ആ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് NaOHൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. സോ ആ മീഡിയം ആൽക്കലൈൻ മീഡിയം ആയിട്ട് മാറുന്നു. ആൽക്കലൈൻ മീഡിയത്തിന് നമ്മുടെ ഫിനോഫ്തലിൻ പിങ്ക് കളർ തരുന്നു. അതാണ് എൻ പോയിൻ്റ്. ഈ റിയാക്ഷൻ്റെ എൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ് തരുന്നത്. NaOH യൂസ് ചെയ്ത് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻ പോയിൻറ്റിൽ ഒരു പിങ്ക് കളർ അപ്പിയർ ചെയ്യുന്നു. അതാണ് ഈ ഒരു റിയാക്ഷൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. അസേ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തവണ മാത്രം ടൈട്രേറ്റ് ചെയ്താൽ മതി. ബട്ട് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കൺകോർഡൻറ്റ് വാല്യൂ വരുന്ന വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതാണിത് NaOHൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. ആൻഡ് സെക്കൻഡ് കോമ്പൗണ്ട് ഈസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദാറ്റ് ഈസ് HCl. 0.1 നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ we have to take 8.5 ml of hydrochloric acid and dilute up to 1000 ml with distilled water. 8.5 ml ഹൈഡ്രോക്ലോറിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് 1000 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കുന്നതിന് മുന്നേ പ്രിൻസിപ്പൽ നോക്കാം. നമ്മൾ സോഡിയം കാർബണേറ്റ് ആണ് HClൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോഡിയം കാർബണേറ്റ് നമുക്കറിയാം, കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ നേച്ചർ, ബേസിക് നേച്ചറുള്ള കോമ്പൗണ്ടാണ്. HCl അസിഡിക് നേച്ചറുള്ള കോമ്പൗണ്ടാണ്. സോഡിയം കാർബണേറ്റും HClഉം റിയാക്ട് ചെയ്യുന്നു. അതായത് ഒരു ആസിഡും ആൽക്കലിയും റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു സോൾട്ട് ഫോം ചെയ്യുന്നു. അതാണ് സോഡിയം ക്ലോറൈഡ് സോൾട്ട് ഫോം ചെയ്യുന്നു എലോങ് വിത്ത് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ. ആൻഡ് പ്രൊസീജിയർ നോക്കാം. നമ്മൾ 0.53 grams ഓഫ് സോഡിയം കാർബണേറ്റ് പ്രൈമറി സ്റ്റാൻഡേർഡ് HClൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡ് ഒരു സ്റ്റാൻഡേർഡ് 100 ml കപ്പാസിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൽ നമ്മൾ 100 ml വാട്ടർ ആഡ് ചെയ്യുന്നു, മേക്കപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിൽ നിന്ന് 20 ml എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടെ അവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററായ മീഥൈൽ റെഡ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീഥൈൽ റെഡാണ് ഇവിടുത്തെ ഇൻഡിക്കേറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്നത് മീഥൈൽ റെഡാണ് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇറ്റ് ഷുഡ് ബി ടൈട്രേറ്റ് അഗൈൻ 0.1 നോർമൽ HCl. 0.1 നോർമൽ HCl വെച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എൻ പോയിൻ്റ് ഓറഞ്ച് റെഡ് കളർ അപ്പിയർ ചെയ്യും. എൻ പോയിൻറ്റിൽ ഓറഞ്ച് റെഡ് കളർ അവിടെ അപ്പിയർ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതാണ് അതിൻ്റെ എൻ പോയിൻ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അവിടെ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, HClൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ അവിടെ അസിഡിക് ഒരു മീഡിയം ആകുമ്പോൾ മീഥൈൽ റെഡ് ഓറഞ്ച് റെഡ് കളർ തരും എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് കോമ്പൗണ്ടാണ് സൾഫ്യൂരിക് ആസിഡ്. 0.1 നോർമലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ടേക്ക് 5.4 ml ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഡയലൂട്ട് അപ് ടു 1000 ml വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതാണ് പ്രിപ്പറേഷൻ്റെ പ്രൊസീജിയർ. ആൻഡ് നെക്സ്റ്റ് ഈ സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ്റെ പ്രിൻസിപ്പൽ നോക്കാം. സോഡിയം കാർബണേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ്. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, നമ്മുടെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ആസിഡ് ആൽക്കലൈൻ റിയാക്ഷൻ നടക്കുന്നു. അവിടെ ഒരു സോൾട്ട് ഫോം ചെയ്യുന്നു, സോഡിയം സൾഫേറ്റ് സോൾട്ട് ഫോം ചെയ്യുന്നു എലോങ് വിത്ത് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ. 0.53 grams ഓഫ് സോഡിയം കാർബണേറ്റ് നമ്മൾ 100 ml വാട്ടർ ആഡ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യുന്നു ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ. അതിൽ നിന്ന് 20 ml ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെയും യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ മീഥൈൽ റെഡാണ്. നമ്മൾ ടൈട്രേറ്റ് ചെയ്യുവാണ്. 0.1 നോർമൽ H2SO4 സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട സൊല്യൂഷനായ H2SO4 0.1 നോർമൽ സ്ട്രെങ്ത് ഉള്ളത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈട്രേറ്റ് ചെയ്യുന്നു. എൻ പോയിൻ്റ് ഇവിടെ ഓറഞ്ച് കളറാണ് ഫോം ചെയ്യുന്നത്. HClൻ്റെ കേസിൽ ഓറഞ്ച് റെഡ് ആയിരുന്നു, പക്ഷേ സൾഫ്യൂരിക് ആസിഡിൻ്റെ കേസിൽ ഓറഞ്ച് കളറാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡ് നമ്മുടെ
പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെയും അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ഒക്കെ പ്രൈമറി സ്റ്റാൻഡേർഡാണ്. 0.1 നോർമൽ ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. 6.3 ഗ്രാംസ് ഓഫ് ഓക്സാലിക് ആസിഡ് നമ്മൾ 1000 ml വാട്ടറിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 0.1 നോർമൽ ഓക്സാലിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഹൈലി പ്യുവറാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് സോഡിയം തയോ സൾഫേറ്റ്. സോഡിയം തയോ സൾഫേറ്റ് 0.1 നോർമൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് 24.8 ഗ്രാംസ് ഓഫ് സോഡിയം തയോ സൾഫേറ്റ് നമ്മൾ 200 ml ഫ്രഷ്ലി ബോയിൽഡ് ആൻഡ് കൂൾ വാട്ടർ ആഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ 24.8 ഗ്രാംസ് ഓഫ് സോഡിയം തയോ സൾഫേറ്റിലേക്ക് നമ്മൾ 200 ml ഓഫ് ഫ്രഷ്ലി ബോയിൽഡ് ആൻഡ് കൂൾ വാട്ടർ ആഡ് ചെയ്യുന്നു. 2 minutes അതിനെ നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നു. ആൻഡ് വോളിയം നമ്മൾ 1000 ml മേക്കപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. സി, വെൻ നോൺ സ്ട്രെങ്ത് ഓഫ് പൊട്ടാഷ്യം അയഡേറ്റ് ഈസ് റിയാക്റ്റഡ് വിത്ത് എക്സസ് potassium iodine in acidic condition results in liberation of iodine. Liberated iodine is titrated directly with sodium thiosulfate. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പൊട്ടാഷ്യം അയഡേറ്റ് KiO3 പൊട്ടാഷ്യം അയഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, പൊട്ടാഷ്യം അയഡേറ്റ് പൊട്ടാഷ്യം അയഡിനുമായിട്ട് റിയാക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. പൊട്ടാഷ്യം അയഡേറ്റ് അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അസിഡിക് മീഡിയത്തിലാണ് റിയാക്ട് ചെയ്യുന്നത്. അവിടെ അയഡിൻ്റെ ലിബറേഷൻ സംഭവിക്കുന്നുണ്ട്. അയഡിൻ അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ഈ ലിബറേറ്റ് ചെയ്ത അയഡിനാണ് സോഡിയം തയോസൾഫേറ്റുമായിട്ട് പിന്നീട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ടെട്രാതയനേറ്റും സോഡിയം അയഡൈഡുമായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ സ്റ്റാർച്ച് സൊല്യൂഷനാണ്. സ്റ്റാർച്ച് സൊല്യൂഷൻ ഒരു ബ്ലൂ കളർ നമ്മൾ വൺസ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളറായിരിക്കും. എൻ പോയിന്റിൽ ഇതിന് ലൈറ്റ് ഗ്രീൻ കളർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊസീജിയർ നോക്കാം. 0.43 ഗ്രാംസ് ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് നമ്മൾ എടുക്കുന്നു. അതിലോട്ട് 4 ml സൾഫ്യൂരിക് ആസിഡ് അസിഡിക് മീഡിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ml സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അലോങ് വിത്ത് 2 ഗ്രാംസ് ഓഫ് സോഡിയം കാർബണേറ്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ നമ്മുടെ എന്തിൽ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 100 ml മേക്കപ്പ് ചെയ്യുന്നു. ഈ സൊല്യൂഷനിൽ നിന്ന് 20 ml സൊല്യൂഷൻ ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് പിപ്പറ്റ് ഔട്ട് ചെയ്തെടുക്കുന്നു. ആ പിപ്പറ്റ് ഔട്ട് ചെയ്തെടുത്ത 20 ml നമ്മൾ 5 ഗ്രാംസ് ഓഫ് പൊട്ടാഷ്യം അയഡേറ്റ് ആഡ് ചെയ്യുന്നു. പൊട്ടാഷ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, പൊട്ടാഷ്യം അയഡൈഡ് ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിനെ അല്ലെങ്കിൽ ഈ ഒരു കോണിക്കൽ ഫ്ലാസ്കിനെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഡാർക്കിൽ 3 minutes വെക്കണം. എന്നാൽ മാത്രമേ എന്ത് അയഡിൻ റിയാക്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആ 3 minutes കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, സോഡിയം തയോസൾഫേറ്റ് വെച്ചിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. ഒരു യെല്ലോയിഷ് കളർ ഫോം ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ യെല്ലോയിഷ് അയഡിൻ്റെ ആ ഒരു അവിടെ ലിബറേറ്റ് ചെയ്ത അയഡിൻ്റെ ആ ഒരു യെല്ലോയിഷ് കളർ വാനിഷ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മൾ 5 ml സ്റ്റാർട്ട് സൊല്യൂഷൻ, ഇൻഡിക്കേറ്ററാണ് സ്റ്റാർട്ട് സൊല്യൂഷൻ, അത് ആഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ സ്റ്റാർട്ട് സൊല്യൂഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ബ്ലൂ കളറായിരിക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സോഡിയം തയോസൾഫേറ്റ് വെച്ചിട്ട് ഈ ഒരു ടൈട്രേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ലൈറ്റ് ഗ്രീൻ കളർ ഫോം ചെയ്യും. അതാണ് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെറിക് അമോണിയം സൾഫേറ്റ് ആണ്. 0.1 നോർമലാണ്. സെറിമെട്രി എന്നാണ് സെറിക് അമോണിയം സൾഫേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ടൈട്രേഷൻ നമ്മൾ പറയുന്നത്. ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 65 ഗ്രാംസ് ഓഫ് സെറിക് അമോണിയം സൾഫേറ്റ് നമ്മൾ 30 ml സൾഫ്യൂരിക് ആസിഡിലും 500 ml വാട്ടറിലും ഡിസോൾവ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ 1000 ml വാട്ടർ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ 3.93 ഗ്രാംസ് ഓഫ് ഫെറസ് അമോണിയം സൾഫേറ്റ്. ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ് സെറിക് അമോണിയം സൾഫേറ്റിൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡ്. ഓക്കെ, അതിൽ 100 ml വാട്ടർ ആഡ് ചെയ്യുന്നു. 20 ml സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ 20 ml 0.1 നോർമൽ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നത് റിഡോക്സ് റിയാക്ഷൻ അത് നടക്കാനായിട്ട് അസിഡിക് മീഡിയം വേണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഫെറോയിൻ ആണ്. ഫെറോയിൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ. ഇവിടെ ഫെറസ് അമോണിയം സൾഫേറ്റ് ഇതിൻ്റെ ഫെറസ് സ്റ്റേറ്റിൽ നിന്ന് ഫെറിക് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പേൽ ഗ്രീൻ കളർ അപ്പിയർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ എൻഡ് പോയിന്റ്. ഓക്കെ, സെവൻത്ത് വൺ ഈസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. 0.1 നോർമൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെർമാംഗനോമെട്രി എന്നാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ടൈട്രേഷൻ നമ്മൾ പറയുന്നത്. ഇതും ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്, ഓർ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. സോ 0.1 നോർമൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ 3.2 grams ഓഫ് KMnO4 1000 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1 നോർമൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ കിട്ടും. ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് തിങ് ഈസ് പ്രിൻസിപ്പൽ KMnO4 ദാറ്റ് ഈസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഓക്സാലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്സാലിക് ആസിഡാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡ്. എന്തിൻ്റെ പ്രസൻസിൽ? സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ. ആസിഡിക് മീഡിയം വേണം ഏതൊരു റിഡോക്സ് റിയാക്ഷൻ നടക്കാനായിട്ട്. അസിഡിക് മീഡിയം ആവശ്യമാണ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, എന്തുകൊണ്ട് നമുക്ക് HCl യൂസ് ചെയ്തുകൂടാ, സൾഫ്യൂരിക് ആസിഡിന് പകരം ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്തുകൂടാ എന്ന് നമുക്ക് ചോദിക്കാം. അതിൽ HCl യൂസ് ചെയ്യുമ്പോൾ അതിൽ ക്ലോറിൻ്റെ ലിബറേഷൻ ഉണ്ടാകും. അത് നമ്മുടെ റിയാക്ഷനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ KMnO4 ഓക്സാലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നതിൻ്റെ പ്രസൻസിൽ, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ പൊട്ടാഷ്യം സൾഫേറ്റും മാംഗനീസ് സൾഫേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്കിതിൻ്റെ പ്രൊസീജിയർ നോക്കാം. 0.63 grams ഓഫ് ഓക്സാലിക് ആസിഡ് 100 ml വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് 20 ml സൊല്യൂഷൻ പിപ്പറ്റ് ഔട്ട് ചെയ്തിട്ട് 5 ml സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നു അസിഡിക് മീഡിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ റിയാക്ഷൻ 70 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്. സോ നമ്മൾ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാം ചെയ്യണം. ആൻഡ് ടൈട്രേറ്റ് അഗൈൻസ്റ്റ് KMnO4 യൂസ് ചെയ്തിട്ട് ടൈട്രേറ്റ് ചെയ്യുക. എൻഡ് പോയിൻറ്റ് പിങ്ക് കളറാണ്. ഒരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തില്ല എന്ന് നോക്കാം. ഓക്കെ, KMnO4 അല്ലെങ്കിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സെൽഫ് ഇൻഡിക്കേറ്ററാണ്. ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിങ്ക് കളർ ഇത് സ്വയം അതിൽ ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, സെൽഫ് ഇൻഡിക്കേറ്ററാണ്. വേറൊരു എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് ഇൻഡിക്കേറ്ററാണ്. എൻഡ് പോയിന്റിൽ ഇറ്റ് വിൽ ഗിവൻ കളർ ചേഞ്ച്. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. സോ ഇത്രയാണ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. എല്ലാവരും നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.